നാടൻ ഊണ് ഉണ്ടാക്കിയാലോ? പക്ഷെ മീനൊന്നും കിട്ടിയിട്ടില്ല, പകരം കുറച്ച് ഉണക്കക്കൊഞ്ച കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഉണക്കക്കൊഞ്ച ചമ്മന്തിയാണ് കേട്ടോ. ആദ്യം തന്നെ നിന്നും ഒക്കെ ഞാൻ ഇതിന്റെ തല നുള്ളി കളയുന്നുണ്ട്. ചിലർ ഇതിന്റെ തല നുള്ളി കളയാറുണ്ട്, ചിലർ കളയാറില്ല. എന്തായാലും ഞാൻ ഇതിന്റെ തലയൊക്കെ നുള്ളി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നല്ലതുപോലെ ഇതിന്റെ വെള്ളം ഒന്ന് ഊറ്റി കളയാൻ വേണ്ടിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഉണക്കക്കൊഞ്ച ഊറ്റാൻ വെച്ചത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി വറുത്തെടുക്കുന്നുണ്ട്. ഇനി മിക്സിയുടെ ജാറിലോട്ട് തേങ്ങ, കുറച്ചധികം കൊച്ചുള്ളി, ഇഞ്ചി, പച്ചമുളക്, മുളക് പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നടിച്ചെടുക്കണം. ചിലർ ഇതിനകത്തോട്ട് വെളുത്തുള്ളിയും പുളിയും ഒക്കെ ചേർക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ ചേർക്കാറില്ല കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ ചൂടാക്കി വെച്ചേക്കുന്ന ഉണക്കക്കൊഞ്ച് ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉണക്കക്കൊഞ്ച് ചമ്മന്തി റെഡി. ഡയറ്റ് ആയതുകൊണ്ട് തന്നെ ലേശം പ്രോട്ടീനും കൂടെ ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ കുറച്ച് ചെറുപയറും മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും വേവിച്ചെടുത്ത് കുറച്ച് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് ഒന്ന് അരച്ചെടുത്ത് ഒരു തോരനും കൂടെ അങ്ങ് സെറ്റാക്കി എടുത്തു. എന്തായാലും നമ്മുടെ ഉണക്കക്കൊഞ്ച് ചമ്മന്തിയും ചെറുപയർ തോരനും റെഡിയായി കിട്ടി. അപ്പൊ പിന്നെ ലേശം ചോറും ഭംഗിക്ക് വേണ്ടിയിട്ട് 2 പപ്പടം കുറച്ച് അച്ചാറും കൂടെ കൂട്ടി ചെറുതായിട്ട് പിടിക്കാമല്ലോ. അപ്പോൾ ഓക്കെ, ബൈ.